ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തിക ഓൾ ഇസ് വെൽ എന്ന എൻ്റെ പേജിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. കൃഷ്ണൻ്റെയും സുധാമാവിൻ്റെയും കഥയുടെ ബാക്കി കേൾക്കണ്ടേ? കുചേലനായ സുധാമാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുബേരനാക്കി മാറ്റുന്ന കഥയുടെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുൻപ് ലീലാമ്മയുടെയും ശ്രീകൃഷ്ണൻ്റെയും കഥ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഭഗവാന്റെയും ലീലാമ്മയുടെയും ഒരു മുഖം ഉണ്ടായിരുന്നു. പല ഫോട്ടോസ് തിരഞ്ഞു എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇതിലേക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പല ഫോട്ടോസ് തിരഞ്ഞിട്ട് എൻ്റെ മനസ്സിന് സംതൃപ്തിയുള്ള ഒരു കൃഷ്ണൻ്റെയും ലീലാമ്മയുടെയും ഫോട്ടോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഈ അടുത്ത ദിവസം കുറച്ച് ദിവസത്തിന് മുന്നേ എനിക്കൊരു മഞ്ജു മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോളോവർ ഒരു ഫോട്ടോ അയച്ചു തന്നു. അത് അവർ വരച്ചതാണെന്ന് പറഞ്ഞിട്ട് ലീലാമ്മയുടെയും ശ്രീകൃഷ്ണൻ്റെയും ഫോട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ കൃഷ്ണനും ലീലാമ്മയും. എൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലത്തെ ഒരു വര. എനിക്ക് ശരിക്കും ഭഗവാൻ ആ വരച്ച ആളുടെ ആ കൈവിരൽ തുമ്പിൽ ഭഗവാൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് 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 സന്തോഷം. ഇനി ഒരുപാട് ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ വരകൾ വരയ്ക്കാൻ ആ കൈവിരലുകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവത് സേവയായിരുന്നു സുധാമാവിൻ്റെ ഉപജീവന മാർഗം. യജ്ഞം, ഹോമം കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക, പൂജയൊക്കെ ചെയ്തു കൊടുക്കുക, ആളുകൾക്ക് ഹരികഥയൊക്കെ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. ഇതെന്നൊക്കെ ദക്ഷിണയായി എന്തെങ്കിലും ആളുകൾ കൊടുക്കുമ്പോൾ, സന്തോഷമായിട്ട് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഉപജീവനം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദക്ഷിണയൊന്നും സുധാമാവ് ആഗ്രഹിക്കില്ല, സുധാമാവ് ആവശ്യപ്പെടുകയും ചെയ്യില്ല. കാരണം ഭഗവാനെ സമർപ്പിച്ചിട്ടൊരു ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ധനസമ്പാദനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഭക്തി പ്രചരണമായിരുന്നു. അല്ലെങ്കിൽ ഭക്തി നിർഭരമായി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം, അതായിരുന്നു സുധാമാവ് തിരഞ്ഞെടുത്തത്. പക്ഷേ സുധാമാവിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരെ നോക്കണം. അപ്പോൾ ഒരു ഗൃഹസ്ഥധർമ്മം ആചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ധാർമ്മികപരമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിവർത്തിക്കുക, അന്നന്ന് കഴിഞ്ഞുകൂടുക, അതിനു വേണ്ടിയിട്ട് വളരെ പരിശ്രമിക്കുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു സുധാമാവ്. അന്നത്തെ കാലത്തൊക്കെ പൂജയും ഒക്കെ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് വളരെയേറെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാം. അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കും. പശുവിനെ അല്ലെങ്കിൽ മറ്റ് പണം, ദ്രവ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാലും എല്ലാവരും കൊടുക്കുമായിരുന്നു. കാരണം അവരെ വലിയൊരു ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ സുധാമാവ് അവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. ഭക്തി ഉപയോഗിക്കുക, ഭക്തി ധനസമ്പാദനത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് യഥാർത്ഥമായിട്ടുള്ള ബ്രാഹ്മണ ധർമ്മത്തിൽ പെടുന്ന കാര്യമല്ല. ബ്രാഹ്മണർ എന്ന് പറഞ്ഞ സജ്ജനങ്ങളാണ്. ഭഗവത് സേവയിൽ, ഭഗവത് പ്രീതിയിൽ അങ്ങനെ ജീവിക്കേണ്ട സജ്ജനങ്ങളാണ് ബ്രാഹ്മണർ. അവരൊരിക്കലും ധനസമ്പാദനം അങ്ങനെയുള്ള ഭൗതികപരമായിട്ടുള്ള സുഖവിഷയങ്ങളിൽ അധികം തൽപരരായി മാറാൻ സാധിക്കില്ല. എല്ലാം ധാർമ്മികപരമായ കർമ്മങ്ങളായി, ഭഗവാൻ അനുഷ്ഠിച്ച കർമ്മങ്ങളായി ചെയ്തു തീർക്കുക, അത്രയേ ഉള്ളൂ അവർക്ക്. അത്തരത്തിൽ വളരെ സാത്വികമായ ജീവിതമായിരുന്നു സുധാമാവ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പണമൊന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല. വളരെ നല്ല ആളുകളായിട്ട് ജീവിക്കുന്നവരുടെ കയ്യിൽ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അവർ നിവർത്തിക്കുകയാണ്, അന്നുള്ള കഴിഞ്ഞു പോകുന്നു, സന്തോഷമായിരിക്കും അവരുടെ ജീവിതം. അതുപോലെ സുധാമാവ് വളരെ സംതൃപ്തനായിരുന്നു. ഉണ്ണാനും ഉടുക്കാനും വസ്ത്രം ഇല്ല, ഭക്ഷണം ഇല്ല. പക്ഷേ സുധാമാവിൻ്റെ ഭാര്യ സംതൃപ്തയായിരുന്നില്ല. കുട്ടികൾക്കൊന്നും നല്ല വസ്ത്രം ഇല്ല, നല്ല അവരാവശ്യപ്പെടുന്ന ഭക്ഷണമൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. വളരെ വയറ് തൃപ്തിയായിട്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെ സുധാമാവിൻ്റെ ഭാര്യയെ വളരെയധികം സങ്കടപ്പെടുത്തി. എങ്കിലും അവർ വളരെ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിനെ സ്വന്തം ധർമ്മത്തിൽ സഹായിക്കുന്ന വളരെ ധർമ്മിഷ്ഠയായിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു അവർ. ലക്ഷ്മി ദേവിയുടെ ഒരു സ്വരൂപം പോലെ തന്നെയായിരുന്നു അവർ. തൻ്റെ ഭർത്താവിനെ എല്ലാ തരത്തിലും അവർ പിന്തുണച്ചു. ആ ഭർത്താവിൻ്റെ ഭക്തി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും അവർ സഹായിച്ചു. എങ്കിലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ദിവസമെങ്കിലും വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനായിട്ട് മക്കൾക്ക് കഴിയണേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും അവരിലും ഉണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ എല്ലാം സഹിക്കുകയാണ്. സഹനത്തിൻ്റെ പ്രതീകമാണല്ലോ സ്ത്രീകളെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഒരു ദിവസം അറിയാതെ ഭർത്താവിനോട് പറഞ്ഞുപോയി, മക്കൾക്ക് ഒരു നേരമെങ്കിലും വിശപ്പ് പൂർണ്ണമായിട്ട് അടക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അങ്ങേക്ക് ഒരു സുഹൃത്തുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ, ദ്വാരകാധീശനാണ് അദ്ദേഹം ഇപ്പോൾ. അങ്ങ് പറഞ്ഞിട്ടില്ലേ, ശ്രീകൃഷ്ണന്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? എന്തൊരു ഇഷ്ടമാണ് അങ്ങേക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ. അദ്ദേഹം അങ്ങേ മറന്നിട്ടുണ്ടാവുമോ?
ഇല്ലല്ലോ, ഒന്ന് പോയിക്കൂടെ? അവിടെ പോയിട്ട് നമ്മുടെ ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞൂടെ? അദ്ദേഹം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഭഗവാൻ സത്യനാരായണൻ്റെ പ്രതിരൂപം, അല്ലെങ്കിൽ സത്യനാരായണൻ തന്നെ ഭൂമിയിൽ അവതരിച്ചതാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങേക്ക് ഒന്ന് പോയി കണ്ടൂടെ അദ്ദേഹത്തെ എന്ന് അഭ്യർത്ഥിക്കുകയാണ് സുധാമാവിൻ്റെ ഭാര്യ. സുധാമാവിൻ്റെ ഭാര്യ അത്തരത്തിൽ അഭ്യർത്ഥിക്കുമ്പോൾ സുധാമാവിന് വളരെ ആഗ്രഹമുണ്ട് ഭഗവാനെ ഒന്ന് കാണണമെന്ന്. പക്ഷേ അവിടെ പോയി ഒന്നും ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ചോദിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷെ ഭാര്യ ഇങ്ങനെ ആവശ്യപ്പെടുന്നു. അവളെ സന്തോഷിപ്പിക്കാനായിട്ട് അവൾ പറയുന്നുണ്ട്, ഇത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരൂ, ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഭാര്യയെ സന്തോഷിപ്പിക്കുക, അതോടൊപ്പം ഭഗവാനെ ഒന്ന് നേരിട്ട് കാണുക. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സുധാമാവ് അങ്ങനെ രൂപമൊക്കെ നല്ല വയസ്സായിട്ടുണ്ട്. പ്രാരാബ്ധപൂർണമായ തൻ്റെ ജീവിതത്തിൽ തൻ്റെ രൂപമൊക്കെ ആകെ മാറിയിരിക്കുന്നു. ഇനി ശ്രീകൃഷ്ണൻ തന്നെ തിരിച്ചറിയുമോ എന്ന് പോലും സുധാമാവ് സംശയിക്കുന്നുണ്ട്. എന്നാലും ഭാര്യയുടെ ആ ആഗ്രഹം അതും സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭാര്യയോട് പറയുന്നു, ഞാൻ എന്തായാലും പോകാം, ദ്വാരകയിൽ ഞാനൊന്ന് പോകാം, എൻ്റെ കൃഷ്ണനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം വരുന്നുണ്ട്, ഞാനൊന്ന് പോകാം എന്ന് പറഞ്ഞ് പോകാനായി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഞാൻ കൃഷ്ണന് കൊടുക്കുക? ഞാൻ എന്ത് കൊടുക്കുക? വലിയ രാജാവാണ്, വലിയ യദുകുലത്തിൻ്റെ നേതാവായിട്ട് ആ മൂന്ന് നാല് കുലങ്ങളുടെ നേതാവാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ വലിയ കൊട്ടാരവും ഒക്കെയുള്ള ഒരു രാജാവിന് സമാനമായി ജീവിക്കുന്ന ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെല്ലുമ്പോൾ എന്താണ് താൻ അദ്ദേഹത്തിന് കൊടുക്കുക? എല്ലാം തികഞ്ഞവനാണ്, എല്ലാം ഉള്ളതാണ്, എല്ലാം അറിയുന്നവനാണ്, എങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഭാര്യ പറയും, അങ്ങ് പണ്ടൊരു അവല് ഭഗവാന് കൊടുക്കാതെ അങ്ങ് കഴിച്ചിട്ടില്ലേ? ആ കഥ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് അവല് നനച്ചതെടുക്കട്ടെ എന്ന് പറയും. പക്ഷേ വീട്ടിൽ നോക്കുമ്പോൾ ഒരു പിടി അവല് പോലും ഇല്ല. അവരെ ഓടി അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് അവല് കടം തരുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് അവല് കടം മേടിച്ച് അത് നല്ല ഭംഗിയായിട്ട് അവല നനച്ചത് ഉണ്ടാക്കി അതൊരു അപ്പോൾ നോക്കുമ്പോൾ എന്തിലെങ്കിലും ഒന്ന് പൊതിയണമല്ലോ, ഒന്നുമില്ല, നല്ലൊരു വസ്ത്രം പോലും ഇല്ല. അപ്പോൾ ആകെ തൻ്റെ ശരീരത്ത് കിടക്കുന്ന ഒരു ഡ്രസ്സ്, ഒരു വസ്ത്രം, ഒരു സാരി, ആ സാരി മാത്രമേ ഉള്ളൂ കുറച്ച് വൃത്തിയിലും വെടുപ്പിലും ഉള്ളത്. ആ സാരിയുടെ തുമ്പ് വലിച്ചു കീറും. എന്നിട്ട് അതിൽ ഈ അവല് വെച്ച് പൊതിഞ്ഞ് കെട്ടി സുധാമാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കൂ ഭഗവാന് എന്ന് പറഞ്ഞിട്ട് സുധാമാവിൻ്റെ കയ്യിൽ കൊടുക്കും. സുധാമാവിന് വളരെ സന്തോഷം. തൻ്റെ മനസ്സറിഞ്ഞിട്ട് പ്രവർത്തിക്കുകയാണ് തൻ്റെ ഭാര്യ. അങ്ങനെ സുധാമാവ് ആ അവൽപ്പൊതിയുമായിട്ട് ഭഗവാനെ കാണാനുള്ള തൻ്റെ യാത്ര തുടങ്ങുകയാണ്. കുറേ ദിവസം എടുക്കും തൻ്റെ വസതി, താൻ വസിക്കുന്ന നാട്ടിൽ നിന്നും ദ്വാരകയിലെത്താനായിട്ട്, ഭഗവാൻ വസിക്കുന്ന നാട്ടിലെത്താനായിട്ട് കുറേ ദിവസം സഞ്ചരിക്കണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല, കാൽനടയായി തന്നെ സഞ്ചരിക്കുകയാണ്. നടക്കുന്ന വഴിയിലൊക്കെ ഭഗവാനുമായിട്ടുള്ള പഴയ സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലുള്ള ഓരോരോ സന്ദർഭങ്ങളാണ് സുധാമാവ് ഓർക്കുന്നത്. തന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുന്ന കൃഷ്ണൻ, രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, കൃഷ്ണൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, കാട്ടിൽ വിറക് ഒടിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ കൂടെ പോകുന്നത്, ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളായിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് സുധാമാവ്. കണ്ണു നിന്ന് ധാരധാരയായി കണ്ണുനീര് വരുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങൾ നോക്കുമ്പോഴും ഭഗവാനെ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് കാണണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയും വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ദ്വാരകയിലേക്ക് ഇനി ഒരുപാട് ദൂരം എത്താനുണ്ട്. കാലൊക്കെ പൊട്ടി ഇങ്ങനെ രക്തമൊക്കെ ഒലിക്കുന്നുണ്ട് നടന്നിട്ട്. കാരണം ഉള്ളിലുള്ള ഒരു ആഗ്രഹം, ത്വരയാണ്, ഭഗവാനെ പെട്ടെന്ന് കാണണം. പക്ഷേ കാലതിനനുസരിച്ച് നീങ്ങുന്നില്ല. എങ്കിലും വളരെ വേഗത്തിൽ നടന്ന് അങ്ങനെ മാസങ്ങൾ എടുക്കുന്നു. ഒടുവിൽ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. ഭഗവാന്റെ നാട്ടിൽ, സമ്പൽ സമൃദ്ധിയുടെ നാടാണ് ദ്വാരക. സർവ്വ ഐശ്വര്യങ്ങളും അവിടെ ഉണ്ട്. കാരണം അഷ്ടലക്ഷ്മിമാരാണ് ഭഗവാന്റെ ഭാര്യമാരായിട്ടുള്ളത്. അഷ്ടലക്ഷ്മിമാരുണ്ടാകുമ്പോൾ എല്ലാ സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഉള്ള സ്ഥലമാണ് ദ്വാരക. അപ്പൊ ദ്വാര കവാടത്തിൽ എത്തിയിരിക്കുന്നു. ദ്വാര കവാടത്തിൽ എത്തിയ സുധാമാവിനെ കണ്ടിട്ട് ദ്വാരപാലകർ ചോദിക്കും, ആരാണങ്ങ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാനൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ ദ്വാരപാലകര് അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് നോക്കും. വളരെ മുഷിഞ്ഞ വേഷം. മാത്രമല്ല
കൃശഗാത്രൻ, ആ എല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ, നെഞ്ഞിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കാത്ത എല്ലും തോലുമായ ശരീരമാണ് സുധാമാവിൻ്റെത്. പണ്ട് സുധാമാവ് വളരെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷേ എല്ലാം ക്ഷയിച്ചു. ദാരിദ്ര്യ ദുഃഖത്തിൽ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. അന്നത്തിന് പോലും വകയില്ല. അന്നന്ന് നിവൃത്തിച്ച് ജീവിക്കുന്ന ഒരു സാത്വികനായ ഒരു ബ്രാഹ്മണൻ. പക്ഷേ ദ്വാരപാലർക്ക് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ ഒരു പുച്ഛഭാവമാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സഹതാപം. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് അങ്ങ് വന്നത്? അപ്പൊ പറയും, എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒന്ന് കാണണം. ഞാൻ അദ്ദേഹത്തിന്റെ സഹപാഠിയാണ്. ഞങ്ങൾ ഒരുമിച്ച് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ദ്വാരപാലർക്ക് ഒരു പുച്ഛം പരിഹാസമൊക്കെ തോന്നും. ഇത്രയും ദരിദ്രനായ ഒരു ബ്രാഹ്മണന്റെ കൂടെ ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണൻ പഠിച്ചിട്ടുണ്ടായിരുന്നെന്നോ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അവർ പറയുന്നു. അപ്പോ അത്രയും നേരം വളരെ ഊർജ്ജസ്വലമായിട്ടാണ് നടന്നു വന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ചോദ്യത്തോടുകൂടി സുധാമാവിനെ മനസ്സിലൊരു വല്ലാത്തൊരു സംശയബുദ്ധി ജനിക്കും. അതായത്, ഇവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇവിടെ കിടക്കുന്നു, ഭഗവാൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു. എന്നെ കണ്ട ഭഗവാൻ തിരിച്ചറിയോ? എന്നെ ഭഗവാൻ സ്വീകരിക്കുമോ? ഞാൻ ചെയ്തത് തെറ്റാണോ എന്നൊക്കെയുള്ള ചിന്ത ഒന്ന് പരിഗണിക്കുകയെങ്കിലും ചെയ്യോ തന്നെ. താൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു പോവാ ഈ ദ്വാരപാലകരുടെ പരിഹാസം കേട്ടിട്ട്. അപ്പൊ ദ്വാരപാലകർ പറയും, ഏതായാലും അങ്ങ് ഇവിടെ നിൽക്കൂ. കാരണം ബ്രാഹ്മണരെയൊക്കെ വളരെ ആദരിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. അങ്ങേ തീർച്ചയായിട്ടും അദ്ദേഹം കാണാൻ അനുവദിക്കും. പക്ഷേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിനെ കാണാനാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചതാന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കൂടുതൽ സുധാമാവിനെ വിഷമപ്പെടുത്തുകയാണ് ചെയ്യുക. എന്തായാലും ദ്വാരപാലകൻ നേരെ അന്തപുരത്തിലേക്ക് പോകും. ശ്രീകൃഷ്ണന്റെ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണൻ അന്നൊരു സന്ധ്യാവേളയായിരുന്നു. ഭാര്യയായ രുക്മിണിയോടൊത്ത് ഇങ്ങനെ മട്ടുപ്പാവിൽ നിൽക്കാണ്. സന്ധ്യയുടെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് ദ്വാരപാലകൻ വന്ന് പറയുന്നത്, അങ്ങയെ കാണാനായിട്ട് ഒരു ബ്രാഹ്മണൻ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണൻ ചോദിക്കും, അദ്ദേഹം ആരാണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോ ദ്വാരപാലകൻ പറയും, അദ്ദേഹത്തിന്റെ മനോനിലയൊക്കെ എന്തോ തകരാറുള്ളത് പോലെ തോന്നുന്നുണ്ട്. വളരെ മുഷിഞ്ഞ വേഷം ഒക്കെയുള്ള ഒരു ദരിദ്ര ബ്രാഹ്മണനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാനായിട്ട് വന്നതായിരിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങയോടൊപ്പം പഠിച്ചിരുന്നു, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങയുടെ കൂടെ പഠിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണന്റെ ഭാവമൊക്കെ മാറും. ഇരുന്ന ആ ഇരിപ്പിടത്തു നിന്ന് ചാടി അങ്ങോട്ട് എണീക്കും. എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വിടരും. അപ്പോൾ അടുത്തിരുന്ന് രുക്മിണി പോലും പെട്ടെന്ന് ഞെട്ടിപ്പോവും. കാരണം പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ശ്രീകൃഷ്ണൻ. എന്നിട്ട് ചോദിക്കും, അദ്ദേഹം ആരാണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം ദ്വാരപാലൻ പെട്ടെന്ന് പറയും, അദ്ദേഹത്തിന്റെ പേര് സുധാമാവ് എന്നോ മറ്റോ ആണ് പറഞ്ഞതെന്ന് പറയും. കൃഷ്ണൻ കാലില് ചെരുപ്പിടാൻ മറന്നു, മേലങ്കി ഇടാൻ മറന്നു, ആ വീട്ടില് ആ കൊട്ടാരത്തിൽ നിൽക്കുന്ന ആ നിപ്പിന് തൻ്റെ മയിൽപ്പീലി കിരീടം ചൂടാൻ മറന്നു, എല്ലാം മറന്നു. നിന്ന നിപ്പിന് പുറത്തേക്ക് അന്തപുരത്തിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. രുക്മിണിയോടൊന്നും പിന്നെ പറയാനും ചോദിക്കാനൊന്നും നിന്നില്ല. ആ ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ ദ്വാരപാലകന്റെ ശരീരത്തൊന്ന് തട്ടി. കാരണം അദ്ദേഹം ഒന്നും തിരിച്ചറിയുന്നില്ല, അദ്ദേഹം ഒന്നും പരിസര ബോധമൊന്നും ഇല്ലാതെ ശ്രീകൃഷ്ണൻ ഓടുകയാണ്. രുക്മിണി അന്തം വിട്ട് അദ്ദേഹത്തിന്റെ പുറകെ ഓടുന്നുണ്ട്. ദ്വാരപാലകൻ അദ്ദേഹത്തിന്റെ പുറകെ ഓടുന്നുണ്ട്. എന്താ സംഗതി എന്നറിയില്ല. അദ്ദേഹം ഓടുന്നത് കണ്ടിട്ട് പടയാളികളെല്ലാവരും അദ്ദേഹത്തെ നോക്കിയിട്ട് നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അവിടെ ആ വഴിയിലെല്ലാം, അന്തപുരത്തിന്റെ ആ ഇടനാഴിയിലെല്ലാം അദ്ദേഹം ഓടുകയാണ്. സുധാമാവേ എന്ന് വിളിച്ച് ഓടുകയാണ്. ഈ സമയത്ത് സുധാമാവ് ദ്വാര കവാടത്തിൽ നിൽക്കുകയാണ്. പിന്നെ ആ നെഗറ്റീവ് ചിന്ത എങ്ങനെ ഭരിക്കുകയാണ് മനസ്സിനെ. ആ അപഹർഷതാബോധം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. വേണ്ട, പോയേക്കാം. കൃഷ്ണൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കണ്ടാൽ ഈ ദ്വാരപാലകരുടെ മുമ്പിൽ പോലും താൻ മോശക്കാരനായി മാറും, താൻ കള്ളനായി മാറും. വേണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ്
പതുക്കെ നടക്കുകയാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരുന്നുണ്ട്. ഒന്നും കൂടെ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കുമ്പോൾ ആ കൊട്ടാരം, ഭഗവാന്റെ വസതി, ആ മനോഹരമായിട്ടുള്ള സുവർണ കൊട്ടാരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കും, എൻ്റെ കൃഷ്ണൻ ഇതിനുള്ളിൽ ഉണ്ടാവുമല്ലോ, ഒന്ന് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എന്നാലും സാരില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പോവുകയാണ് സുദാമാവ്. ഭഗവാനാണെങ്കിലോ, ഭഗവാൻ ഓടുന്നു പുറകില്. ഇങ്ങനെ ആ കൊട്ടാരത്തിലുള്ള വസിക്കുന്ന ആളുകളൊക്കെ ഭഗവാന്റെ പുറകെ ഓടുന്നുണ്ട്. ഭഗവാൻ ആർക്കോ വേണ്ടി ഓടുകയാണ്. സുദാമാവേ സുദാമാവേ എന്ന് വിളിച്ചിട്ട് ഓടുകയാണ്. ദ്വാര കവാടത്തിൽ ഓടി ഓടി വരികയാണ്. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഓടുന്ന വഴിയിൽ പലരെയും അദ്ദേഹം തട്ടിയിടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, സുദാമാവിന്റെ അടുത്ത് എത്തുക. അദ്ദേഹം ഓടി ദ്വാര കവാടത്തിൽ എത്തുമ്പോൾ സുദാമാവ് അവിടെ കാണുന്നില്ല. അദ്ദേഹം സുദാമാവേന്ന് വിളിച്ച് ഉറക്കെ വിളിക്കുകയാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് ഓടി വരും. അപ്പോ അതാ സുദാമാവ് ഇങ്ങനെ വേച്ച് നടന്നു പോവുകയാണ്. സുദാമാവേന്ന് ഉറക്കെ വിളിക്കും. ആ വിളി കേൾക്കുമ്പോ തൻ്റെ ആ വിളി തിരിച്ചറിയുമ്പോ സുദാമാവ് തിരിഞ്ഞു നോക്കുമ്പോ അതാ രണ്ട് കൈയും നീട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ദ്വാരകവാടത്തിന് മുന്നില്. ശ്രീകൃഷ്ണൻ കണ്ണിൽ നിന്ന് ധാരധാരയായി ഭഗവാന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഭഗവാനും കരയാണ്. വരൂ, വാ സുദാമാവേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഭഗവാൻ. സുദാമാവ് എല്ലാം മറന്ന് ഓടുകയാണ്. രണ്ടുപേരും, കൃഷ്ണനും ഓടി വരുന്നുണ്ട്, സുദാമാവ് ഓടി വരുന്നുണ്ട്. വളരെ മനോഹരമായ ആത്മനിർവൃതി തരുന്ന ഒരു രംഗമാണ്. ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ സുദാമാവ് പെട്ടെന്നൊന്ന് എന്താ ചെയ്യാ, ഭഗവാൻ എന്തൊരു മനോഹരമായിട്ടുള്ള വസ്ത്രഭൂഷാദികൾ അണിഞ്ഞ് ചന്ദനമൊക്കെ പൂശി നിൽക്കുന്ന ആ മനോഹര തിടമ്പ്, ആ രൂപം വെറും മുഷിഞ്ഞ് നാറി വിയർപ്പൊക്കെയുള്ള തൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിക്കാൻ വരികയാണ്. ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറും. പക്ഷെ ഭഗവാൻ അതൊന്നും നോക്കൂല. ആ പിടിച്ച് വലിച്ച് ഒറ്റ കെട്ടിപ്പിടിക്കലാണ് സുദാമാവിനെ. ആ കരവലയത്തിനുള്ളിൽ സുദാമാവ് വളരെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് അങ്ങനെ ആ ഭഗവാന്റെ ഹൃദയത്തിൽ തല വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സുദാമാവ്. ആർക്ക് കിട്ടും ഈ ഭാഗ്യം? ഭഗവാൻ എല്ലാവരെയും ഒന്നും അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് ദ്വാരപാലകർ പോലും കണ്ടിട്ടില്ല. ആ വിപ്രന്, ആ സാത്വികനായ ബ്രാഹ്മണൻ ആ ഭാഗ്യം ലഭിച്ചു. ദ്വാരപാലകരെല്ലാം അന്തം വിട്ട് കൈകൂപ്പി തൊഴുകയാണ് സുദാമാവിനെ. പിന്നീട് തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് വളരെ ആദരിച്ചു കൂട്ടിക്കൊണ്ടു പോകും ഭഗവാൻ. എന്നിട്ട് താൻ ഇരിക്കുന്ന പട്ടുമെത്തയില്, താൻ രുക്മിണിയുമായിട്ട് ഇരിക്കുന്ന പട്ടുമെത്തയില് പിടിച്ചിരുത്തും. എന്നിട്ട് ഭാര്യയോട് പറയും, കാല് കഴുകാനായിട്ട് വെള്ളം കൊണ്ടുവരൂ എന്ന് പറയും. രുക്മിണി ഓടി പെട്ടെന്നാ ചെയ്യുന്നത്. ഭാര്യമാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് വിപ്രനെ, നമ്മുടെ സുദാമാവിനെ കാണാൻ വേണ്ടിയിട്ട്. ഭഗവാൻ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു സുഹൃത്തോ. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോ ഭാര്യമാര് ചെയ്തു കൊടുക്കുകയാണ്. ഒരാള് വെഞ്ചാമരം വീശുന്നു, ഒരാള് പെട്ടെന്ന് ചന്ദനം അരച്ചു കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്ത് ചാലിക്കാൻ വേണ്ടിയിട്ട്. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കാല് കഴുകുന്നു. ആ വെള്ളം രുക്മിണി കൊണ്ടുവരുന്ന ആ വെള്ളത്തില് ഭഗവാന്റെ കാല് കഴുകി ആ വെള്ളം തലയിൽ ഇങ്ങനെ പുണ്യാഹം പോലെ കൊടയുകയാണ്. കാരണം ബ്രാഹ്മണൻ, സാത്വിക ബ്രാഹ്മണൻ, ഹരിയുടെ പരമഭക്തനായ ബ്രാഹ്മണനാണ് സുദാമാവ്. അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം പുണ്യാഹത്തിന് സമമാണ്. അത് ശ്രീകൃഷ്ണന് വളരെ ഭംഗിയായിട്ട് അറിയാം. അങ്ങനെ അദ്ദേഹം ആദരിക്കുകയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സുദാമാവിന്റെ കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകാണ്. ആ ഒരു എന്താ പറയാ, സന്തോഷം, ആനന്ദം, ടോട്ടൽ ബ്ലിസ്, പരമാനന്ദം. ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി സുദാമാവ്. ഭഗവാൻ ഇത്രയൊക്കെ ചെയ്തപ്പോ ഇനി ഒന്നും തനിക്ക് വേണ്ട, എല്ലാം ആയി. എൻ്റെ കൃഷ്ണനെ കണ്ടപാടെ തന്നെ എല്ലാം നിറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണനും സുദാമാവും കൂടെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയും, സുഹൃത്തേ സുദാമാവേ, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ സുദാമാവ് പറയും, അങ്ങ് പണ്ടത്തേനേക്കാൾ സുന്ദരനായിരിക്കുകയാണ്. വയസ്സാവുന്നതിനനുസരിച്ച് അങ്ങേക്ക് സൗന്ദര്യം കൂടി വരികയാണ് കൃഷ്ണ എന്ന് പറയും. അപ്പോ സുദാമാവിനോട് കൃഷ്ണൻ പറയും, വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങേക്ക്. അങ്ങയുടെ ജീവിതത്തെ കുറിച്ച് പറയൂ. വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ടോ? കുട്ടികളൊക്കെ ഉണ്ടോ? സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർക്കാറുണ്ടോ?
ഞാൻ വിചാരിച്ചു അങ്ങ് എന്നെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. കൃഷ്ണൻ അങ്ങോട്ടാണ് പറയുന്നത്. സുധാമാവ് വിചാരിച്ചെന്താ? കൃഷ്ണൻ എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ കൃഷ്ണൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, സുധാമാവ് എന്നെ മറന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് പറയും, സുധാമാവ് പറയും, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുടെ പേര് സുശീല എന്നാണ്. ഭാര്യയുടെ ആഗ്രഹമായിരുന്നു ഞാൻ കൃഷ്ണനെ വന്നൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ പറയും, എന്നാൽ എൻ്റെ സഹോദരി എനിക്ക് എന്താണ് തന്നു വിട്ടിരിക്കുന്നത്, വേഗം തരൂ എന്ന് പറയും. അപ്പോൾ സുധാമാവ് മടിക്കും. നോക്കുമ്പോൾ മുഷിഞ്ഞു നാറിയ ഒരു പൊതിക്കെട്ടായി കഴിഞ്ഞു. അത് മാസങ്ങളോളം ഉള്ള യാത്ര കഴിഞ്ഞിട്ടാണല്ലോ കൃഷ്ണൻ്റെ അടുത്ത് എത്തിയത്. അപ്പോഴേക്കും ആ അവൽപ്പൊതിയൊക്കെ മുഷിഞ്ഞു നാറിയിരിക്കുന്നു. ഇത് എങ്ങനെ ഞാൻ ഭഗവാന് കൊടുക്കുമെന്ന് പറഞ്ഞ് മടിക്കും. എന്നിട്ട് അത് മറച്ചു പിടിക്കാൻ നോക്കും കൈകൊണ്ട്. പക്ഷേ കൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒറ്റ കൈ കൊണ്ട് ചാടി അതും എടുത്തിട്ട് പറയും, സഹോദരി എനിക്ക് ഇതെന്തോ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തുണിക്കെട്ട് ഇങ്ങനെ കയ്യിലെടുക്കും. എന്നിട്ട് പറയും, എന്താ തന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊതി അഴിച്ച് നോക്കുമ്പോൾ അവല്. ഭയങ്കര സന്തോഷമാവും. അപ്പോൾ സുധാമാവിനോട് പറയും, ഞാൻ പ്രതീക്ഷിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണല്ലോ സഹോദരി എനിക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാല്ലേ എന്നിങ്ങനെ ഭഗവാൻ ഒരു സൂചന കൊടുക്കും. പണ്ടത്തെ ആ അവൽ പൊതിയുടെ ആ കഥ. അപ്പോൾ സുധാമാവിന് മനസ്സിൽ അന്നത്തെ ആ കുറ്റബോധം പിന്നെയും വരും. മാത്രമല്ല, ഈ മുഷിഞ്ഞു നാറിയ അവൽപ്പൊതി അവല് എങ്ങനെ ഭഗവാൻ കഴിക്കും എന്നൊരു ചിന്തയും സുധാമാവിലുണ്ടാവും. പക്ഷെ ഭഗവാൻ ഒന്നും നോക്കൂല. ഒറ്റ പിടിക്ക് ഒരു പിടി അവലെടുത്ത് വായിലിട്ടിട്ട് ചവച്ചിട്ട് പറയും, വളരെ മനോഹരായിരിക്കുന്നു സുധാമാവേ, എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് അടുത്തൊരു പിടിയും കൂടെ എടുക്കാനായിട്ട് വരുമ്പോഴേക്കും രുക്മിണി കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, മതി കദശനം അതീവ മൂല്യം. എന്താണ് കൃഷ്ണ, ഞങ്ങളും ഇവിടെ ഇല്ലേ, ഞങ്ങളും ഈ മധുരം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അവൽപ്പൊതിയിൽ ആ അവലെടുത്തിട്ട് ബാക്കിയുള്ള ഭാര്യമാർക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് രുക്മിണി ചെയ്യുന്നത്. ഒരുപാട് നേരം കുശല പ്രശ്നങ്ങളൊക്കെ പറയും, സുധാമാവിനെ സന്തോഷിപ്പിക്കും. താൻ ആരാണെന്ന് പോലും സുധാമാവ് മറക്കും. തൻ്റെ ജീവിതമൊക്കെ മറന്നുപോകും. ആ ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ മറക്കും. കൃഷ്ണൻ്റെ അടുത്തിരിക്കുമ്പോൾ പരിപൂർണ സന്തോഷം അനുഭവിക്കും. എന്നിട്ട് പറയും, കൃഷ്ണ തൃപ്തിയായി കൃഷ്ണ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഭഗവാൻ എന്നെ ഈ വിധം സ്വീകരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങ് വലിയവനാണ്, അങ്ങ് വലിയ മഹാനാണ്, അങ്ങ് എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്, അങ്ങ് സത്യനാരായണൻ തന്നെയാണ് എന്ന് പറയും. അപ്പൊ ശ്രീകൃഷ്ണൻ ചിരിക്കും. എന്നിട്ട് പറയും, ഞാൻ അങ്ങേ ഇന്ന് വിടില്ല, 2 ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ സുധാമാവ് പറയും, പറ്റില്ല കൃഷ്ണ, അവിടെ എൻ്റെ ഭാര്യയും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. കുറേ നാളായി ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തിരിച്ചു പോകണം കൃഷ്ണ, എനിക്ക് അവരെ കാണണമെന്ന് തോന്നുന്നുണ്ട്, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയും. അപ്പോൾ പറയും, ഇന്ന് ഇവിടെ കഴിഞ്ഞുകൂടിയിട്ട് നാളെ പൊയ്ക്കോളൂ എന്ന് പറയും കൃഷ്ണൻ. സുധാമാവ് അത് സമ്മതിക്കും. അങ്ങനെ പിറ്റേ ദിവസം കൃഷ്ണനെ വേർപിരിയാണ്, കരയാണ്. ജീവാത്മാവിന് പരമാത്മാവിൽ നിന്നും വിട്ടുപോരാൻ സാധിക്കുന്നില്ല. പക്ഷേ പോയല്ലേ പറ്റുള്ളൂ. അവിടെ തൻ്റെ ധർമ്മങ്ങൾ ബാക്കി കിടക്കുകയാണ്. യാത്ര പറഞ്ഞ് പിരിഞ്ഞ് തിരിച്ചു നടക്കും. പിന്നെയും ഓടി വന്ന് പിന്നെയും കെട്ടിപ്പിടിക്കും. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടക്കും. എന്നിട്ടും ഭഗവാനെ തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെയും ഓടി വരും. എന്നിട്ട് വീണ്ടും ഭഗവാനെ കെട്ടിപ്പിടിക്കും. ഇത് കണ്ടു നിൽക്കുന്നവരെല്ലാവരും കരയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ പറയും, ഇല്ല എനിക്ക് പോകണം കൃഷ്ണ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും നടക്കും. അങ്ങനെ ദ്വാര കവാടം വരെയും ഭഗവാൻ സുധാമാവിൻ്റെ പിന്നാലെ ഉണ്ടാവും. അവസാനം ദ്വാര കവാടം വരെയല്ലേ, ഇനി അങ്ങോട്ട് കൃഷ്ണൻ വരില്ല. അത് സുധാമാവിനും അറിയാം. കണ്ണുനീര് വാർത്തുകൊണ്ട്, ഞാൻ പോട്ടെ കൃഷ്ണ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ അനുഗ്രഹിക്കും ഭഗവാനെ. എന്നിട്ട് നടന്നു നീങ്ങും. കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നുണ്ട്. ഇത്രയൊക്കെയല്ലേ സാധിക്കുള്ളൂ. താനും ദ്വാരകാധീശനാണ്. എനിക്ക് ഇതിലപ്പുറത്തേക്ക് എങ്ങനെയാണ് ഭഗവാന് ഒരു സുഹൃത്തിനോട് പെരുമാറാൻ സാധിക്കുക? എല്ലാ തരത്തിലുള്ള ആ ഹൃദയ വിശാലതയോടും കൂടി അദ്ദേഹം തൻ്റെ അതിഥിയായ തൻ്റെ സുഹൃത്തിനെ അദ്ദേഹം സത്കരിച്ചു. എന്നിട്ട് തിരിച്ച് കൊട്ടാരത്തിലെത്തുമ്പോൾ, അന്തപുരത്തിലെത്തുമ്പോൾ രുക്മിണിയോട് പറയും, എന്തിനാണ് ഞാൻ അവല് കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആ ഒരു പിടി അവല് തന്നെ
എനിക്കറിയാം കൃഷ്ണ, ആ ഒരു പിടി അവലിൽ തന്നെ എല്ലാ സമ്പത്തും, ഇനി അടുത്ത ജന്മത്തിലേക്കുള്ള ജന്മാന്തരങ്ങളിലേക്കുള്ള സമ്പത്ത് പോലും കുചേലനായ സുധാമാവിന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അവൻ കുചേലനല്ല, കുബേരന് സമാനമായി കഴിഞ്ഞു. ഇനി അടുത്ത പിടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന് കുഴപ്പമൊന്നുമില്ല. ഭഗവാന് ഭക്തരാണ് ഏറ്റവും വലുത്. പക്ഷെ ഞങ്ങൾ കുറച്ചു പേര് ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും വേണ്ടേ? ദ്വാരകയുടെ എല്ലാ ഐശ്വര്യവും സുഹൃത്തിന് കൊടുക്കാൻ പാടില്ലല്ലോ. സുഹൃത്തിനെ സംരക്ഷിക്കണം, പക്ഷെ എല്ലാം കൊടുത്ത് സംരക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വളരെ നയപരമായിട്ട് ഭാര്യയാണ് ഭർത്താക്കന്മാരുടെ സമ്പത്തിനെ, അല്ലെങ്കിൽ ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു ഭർത്താവിനെ ദരിദ്രനും ആക്കാം, പണക്കാരനും ആക്കാം. ഇവിടെ വളരെ നയപരമായി ഭർത്താവിനെ സഹായിക്കുകയാണ് രുക്മിണി. കാരണം ദയാലുവാണ് തൻ്റെ ഭർത്താവ്, എന്തും ആർക്കും കൈ അയച്ച് സഹായിക്കും. പക്ഷേ ഒരു പിടി വേണം. അതായത് അദ്ദേഹം ഒരുപാട് അങ്ങോട്ട് വിശാല മനസ്കനാകരുത്, ഞങ്ങളെയും കൂടി ഓർക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ലക്ഷ്മി കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെ നയപരമായിട്ടുള്ള ഒരു ധർമ്മിഷ്ഠയായ ലക്ഷ്മിയുടെ സ്വരൂപമായ രുക്മിണി ദേവി വളരെ നല്ലൊരു ബുദ്ധിപരമായി പ്രവർത്തിക്കുകയാണ് അവിടെ ഭഗവാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്. ഭഗവാനെ കണ്ടിട്ടുള്ള തിരിച്ചുപോക്ക് സുധാമാവിന് വളരെ ആത്മസംതൃപ്തി നിറഞ്ഞതായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ പല സംശയങ്ങളും മനസ്സിനെ ഭരിച്ചിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ സദാ സംതൃപ്തിയേ ഉള്ളൂ. ഇനി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഭഗവാന്റെ അടുത്ത് ഇരുന്ന ആ സുഖം, അത് ഓർത്തുകൊണ്ട് ഇനി ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുക, അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല കരയാണ്, തന്നെ കെട്ടിപ്പിടിച്ച കാര്യങ്ങൾ, തന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച അവല് വെണ്ണ കണ്ട് പണ്ട് വൃന്ദാവനത്തില് ഗോപികമാരുടെ കയ്യിൽ നിന്ന് വെണ്ണ കിട്ടുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷമാണ് ആ കണ്ണുകളില് കണ്ടത്. ആ അവല് കണ്ടപ്പോൾ, തൻ്റെ മുഷിഞ്ഞു നാറിയ അവല് കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണിലുണ്ടായ ആ സംതൃപ്തി തന്നിലേക്ക് പകർന്നു തരികയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. കൃഷ്ണൻ അങ്ങനെയാണ്, ഭക്തിപൂർവ്വം നമ്മൾ എന്തു കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. അതൊരു പൂവോ ഇലയോ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഭഗവാൻ സ്വീകരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തോട് ഭക്തിയും വിശ്വാസവും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിനി വിലയേറി എന്തു കൊടുത്താലും അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്ര വിലയേ ഉണ്ടാവുകയേ ഉള്ളൂ. ഭഗവാനെ പ്രാപ്തമാക്കാനുള്ള ഏറ്റവും നിസ്സാരമായിട്ടുള്ള മാർഗം പരിപൂർണമായിട്ട് വിശ്വസിക്കുക, സ്നേഹിക്കുക, എല്ലാം മറന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുക, അദ്ദേഹത്തിലേക്ക് എത്തുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഭക്തി, അതാണ് ഭഗവാനെ കീഴടക്കാനുള്ള ഒരേ ഒരു മാർഗം. അത് തന്നെയാണ് സുധാമാവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുധാമാവ് എല്ലാം നേടി തിരിച്ച് തൻ്റെ വസതിയിലെത്തുമ്പോൾ, സുധാമാപുരിയിലെത്തുമ്പോൾ അതൊരു സുധാമാപുരി തന്നെ ആയിക്കഴിഞ്ഞു. അതായത് എല്ലാം മാറിയിരിക്കുന്നു. ആരെയാണ് താൻ പോയി കണ്ടത്? ദ്വാരകാധിപതിയെയാണ് കണ്ടത്. അദ്ദേഹം വിചാരിച്ചാൽ എന്തും നടക്കൂലേ? തൻ്റെ നാടൊന്നാകെ മാറിയിരിക്കുന്നു. വളരെ ചെറ്റ കുടിലുകളായിരുന്നു, കുഞ്ഞു കുഞ്ഞു കുടിലുകളായിരുന്ന താൻ വസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ചെറിയ ചെറിയ മന്ദിരങ്ങൾ, വലിയ വലിയ മന്ദിരങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതൊക്കെ അവിടെ കാണുന്നു. മാത്രമല്ല അതിൻ്റെയൊക്കെ നടുവിൽ വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായൊരു കൊട്ടാരം. അതിനുള്ളിൽ നിന്ന് രാജകുമാരന്മാരെ പോലെ 2 കുമാരന്മാർ ഇറങ്ങി ഓടി വരുന്നു. അവർ തന്നെ അച്ഛാന്ന് വിളിക്കുന്നു. ലക്ഷ്മി ദേവിയെ പോലെയുള്ള ഒരു സ്ത്രീ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. തന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കാത്തു നിൽക്കുകയാണ്. ആരാണ് ഇവരൊക്കെ? അത് തൻ്റെ കുട്ടികളല്ലേ? അത് ഭാര്യയായ സുശീലയല്ലേ? സുധാമാവ് അത്ഭുതപ്പെടുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സുധാമാവ് അത്ഭുത പരതന്ത്രനായി പോകുന്നു. എല്ലാം മാറിക്കഴിഞ്ഞു. കുചേലനായ തന്നെ കുബേരനാക്കി. ആരാണ് ആക്കിയത്? ഭാര്യയോട് ചോദിക്കൂ, എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചത്? അങ്ങ് പോയതിനു ശേഷം ദ്വാരകാധീശനായ കൃഷ്ണന് അയച്ചതാണെന്ന് പറഞ്ഞ് ആരൊക്കെയോ വന്നു. അവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങളുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ കണ്ടോ? ഞങ്ങൾക്ക് എന്തൊക്കെ ആഭരണങ്ങൾ ഉണ്ടെന്ന് അറിയാവോ? എന്തൊക്കെയൊക്കെയോ തന്നു. മക്കൾക്കെല്ലാം നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സമ്പന്നരാണ് എന്ന് പറയുന്നു ഭാര്യ. വളരെ സന്തോഷവതിയായിട്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അവർ കൈകൂപ്പുകയാണ്. സുധാമാവ് ചിന്തിക്കും, താൻ ഒന്നും ചോദിച്ചില്ല, തനിക്ക് കിട്ടിയത് ഭഗവാന്റെ സ്നേഹം മാത്രമാണ്. ഞാനൊന്നും ചോദിച്ചില്ല കൃഷ്ണനോട്. എന്നിട്ടും എത്ര കരുണാമയനാണ് അദ്ദേഹം. എല്ലാം അറിഞ്ഞു പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാണ് ശ്രീകൃഷ്ണൻ.
ഇതാണ് കൃഷ്ണ ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടേണ്ട, ഭഗവാനിൽ സദാ അർപ്പിതമായിട്ടുള്ള ജീവിതത്തെ ഭഗവാൻ തന്നെ നയിക്കും. അതാണ് സുധാമാവിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കുചേലൻ കുബേരനായി മാറിക്കഴിഞ്ഞു ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട്, ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട്. ഇതാണ് സുധാമാവിൻ്റെ കഥ. ഭക്തിയും സ്നേഹവും കൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സദാ നാമം ജപിക്കുക, സദാ പ്രാർത്ഥിക്കുക. സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹം നമ്മൾക്ക് നൽകും. അദ്ദേഹത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ഓരോ കർമ്മവും, നമ്മുടെ ഓരോ പ്രാർത്ഥനയും. മറ്റുള്ള ഭൗതിക സുഖങ്ങളൊന്നും നമ്മൾ ആവശ്യപ്പെടേണ്ട. നമുക്ക് എന്താണോ അനുചിതമായിട്ടുള്ളത് അത് അദ്ദേഹം നൽകും. അദ്ദേഹം നൽകുന്നത് സംതൃപ്തിയോടെ സ്വീകരിക്കുക. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും സർവമംഗളങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.